ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മർഖദ് മഹാനവറുകൾ ഖാദിലിയത്തുൽ ഷാദിലിയ എന്ന തരീഖത്തിന്റെ വലിയ ശൈഖായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ഷെയ്ഖ് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരെ പറ്റി അവരുടെ ഷെയ്ഖ് മുഹമ്മദ് സലീം മുറാദ് അവരുടെ സുഹൃത്ത് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഷെയ്ഖിനാണ് സ്വപ്നത്തിൽ കണ്ടിട്ട് പറഞ്ഞത് അഷേഖ് മഹിയുദ്ദീൻ ഹുവ ഖുതുബുസ് സമാൻ എന്നായിരുന്നു. 2017 ഞങ്ങള് ഉംറക്ക് പോയപ്പോ ഷെയ്ഖുനാ സഅദി മുഹമ്മദ് സലീം മുറാദിന്റെ മകൻ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് ഷെയ്ഖുനാനെ പറ്റി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഷെയ്ഖുനാനെ പോലെ കൃത്യമായി ശൂഖിയത്തും അതുപോലെ ഇതിനും സമ്മതമൊക്കെ കിട്ടിയ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തെ പറ്റിയായിരുന്നു പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഉസ്താദിനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കും. ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാല എന്റെ കൂട്ടത്തില് കുറെ ആളുകളുണ്ട്, 5-6 ആളുകൾ സാക്ഷിയാ കേട്ടതിൽ. ഞാൻ പറഞ്ഞു എന്തായാലും നാളെ അവിടെ പോയിട്ട് ഒരു 10 കോപ്പി അടിക്കണ്ട ഈ റിപ്പോർട്ട്, ഉസ്താദിന് ഇഷ്ടപ്പെടില്ല, ഉസ്താദിന്റെ കുരുത്തക്കേട് വാങ്ങിക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോടെ ഉസ്താദ് വഫാത്താകുന്നവരെ ആ വിഷയം ആരും പറഞ്ഞിട്ടില്ല. ആ വിഷയം ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷമാണ് നമ്മൾ ആ പുറത്തു വിട്ടത്. ഉസ്താദിന്റെ ദറജ വലിയ ദറജയായിരുന്നു. അത് കൂടെ നടക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാൽ വളരെ കൃത്യമായി ഉസ്താദിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഉസ്താദിന്റെ പോളിസി എങ്ങനെയായിരുന്നു. ജീവിതത്തിൽ ഒരാളെ പറ്റി മോശമായി പരാമർശിക്കൂല, ഒരു സംഘടനയെ പറ്റി മോശമായി പരാമർശിക്കൂല. സാക്ഷാൽ നമുക്ക് എതിരായ മുസ്ലിം സംഘടനയ്ക്ക് എതിരായ സംഘടനകൾക്ക് എതിര് പോലും ഉസ്താദ് പറയാറില്ല. ഉസ്താദിന്റെ ജീവിതത്തിലെ സുന്നത്തുൽ ജമാഅത്ത് എന്താണെന്ന് കാണിക്കുകയും അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റോൾ മോഡലായിരുന്നു എന്നർത്ഥം. ഒരു മനുഷ്യനെ പറ്റി ഉസ്താദ് കുറ്റം പറയാറില്ല. RSSരെ പറ്റി പറയൂല, മാർക്സിസ്റ്റുകാരെ പറ്റി പറയൂല, മുജാഹിദുകളെ പറ്റി പറയൂല, ജമാഅത്തുകാരെ പറ്റി പറയൂല. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ലോകം മുഴുവൻ വെടക്കാക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും ഉണ്ട്. ആരെ പറ്റി ഒന്നും ഉസ്താദ് പറയില്ല. ഉസ്താദ് എന്താ പറയാ? ഉസ്താദ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താണ്, അതെന്താണ് സുന്നത്ത് ജമാഅത്ത്, അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഉസ്താദ് സംസാരിക്കാറുള്ളൂ. അത് വേറെ ആരെ പറ്റി പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഏകദേശം 10-40 വർഷം ഉസ്താദിന്റെ കൂടെ ഒരുപാട് യാത്രയിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു വിനീതൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് അങ്ങനെ കാണാൻ സാധിച്ചില്ല. ഉസ്താദ് ഒരാളെ പറ്റി മോശമായി പരാമർശിക്കാറില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി മഹാനവറുകൾ തന്റെ പിന്നെ ശിഷ്യന്മാരൊക്കെ ആയിട്ട് പോകുമ്പോ ഒരു കൈത ചത്ത് കിടക്കുന്നുണ്ട്. കൈതന്റെ വാസന കേട്ടില്ല, എല്ലാവരും മൂക്കിങ്ങനെ പൊത്തി മുഖം ചുളിച്ചൊക്കെ ചെയ്തു. ബഹുമാനപ്പെട്ടവര് ആ കൈതന്റെ പല്ല് നോക്കിയിട്ട് പറഞ്ഞ്, ആ കൈതന്റെ പല്ല് നല്ല വെളുത്ത പല്ലില്ലേ എന്ന് പറഞ്ഞു. എന്താ ആ കൈതന്റെ ഒരു ക്വാളിറ്റി കണ്ടത് ആ പല്ലിന്റെ വെളുപ്പാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയായിരുന്നു. ഒരാളെ പറ്റി മോശമായിട്ട് പരാമർശിക്കൂല. അത് ജീവിതത്തിൽ ഒരുപാട് കാണണമെങ്കിൽ കേൾക്കേണ്ടി വന്നിട്ട് നമുക്ക് ഉസ്താദ് ആരും പരാമർശിക്കൂല. എന്നാൽ ഉസ്താദിന്റെ മുന്നിൽ ആരെയും പരാമർശിക്കാനും മോശമായി പരാമർശിക്കാനും സാധിക്കൂല. ഞാനൊരിക്കൽ അലൈൻ ന്യൂസ് സെന്ററിൽ ഇരിക്കുമ്പോ നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ ചെറിയതാജി എന്നാ വിളിക്കുക. ചിലപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം കയറി വരാ. അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയതാജി വരുന്നുണ്ട് ഉസ്താദെ. അപ്പൊ ഉസ്താദിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉസ്താദിന്റെ മുഖമൊക്കെ വിവരണമായി. അപ്പൊ എന്തോ ഒരു പെശക് പറ്റി എന്ന് എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായിട്ടില്ല. ഉസ്താദ് ചോദിച്ചു എന്നോട്, അദ്ദേഹത്തിന് നിങ്ങൾ ആ ചെറിയതാജി എന്ന് പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം ഉസ്താദിന് അറിയില്ല നമുക്ക് പറയാൻ പറ്റുമല്ലോ. ചെറിയതാജി എന്ന മനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. അദ്ദേഹം കയറി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് അഞ്ചി അയാളെ പേര്, ഞങ്ങൾ അയാളെ പേര് കൃത്യമായിട്ട് പറയാൻ കിട്ടൂല, ചെറിയതാജി ഞങ്ങളൊക്കെ വിളിക്കല്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഹാജി നിങ്ങളെ പറ്റി ഞങ്ങളൊക്കെ ചെറിയതാജി എന്നാ പറയല്ലേ, നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഉസ്താദിന്റെ ആ കാർമേഘം മൂടിയ മുഖം പോയി, നല്ല ഒരു റാഹത്തുള്ള മുഖമായി. എന്ന് പറഞ്ഞാൽ അത്ര പോലും ഒരാളെ പറ്റി ഉസ്താദ് പരാമർശിക്കാറില്ല എന്നുള്ളതും, ഉസ്താദിന്റെ മുന്നിൽ ആരെയും പരാമർശിക്കാൻ മോശമായി എന്നുള്ളത് ഇപ്പം മോശമൊന്നുമില്ലല്ലോ, പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്ന ഒരു പരാമർശം നടത്താനും ഉസ്താദ് അനുവദിക്കാറില്ല. അതാണ് ഉസ്താദിന്റെ സിറ്റ്. വലിയ വലിയ ആളുകളൊക്കെ പറയുമ്പോൾ നമ്മളെ 1989 സമസ്ത 2 ഗ്രൂപ്പായ കാലഘട്ടം, ആ സമയത്തൊക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മർഖദ് മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ പിന്നിൽ ഉറച്ചിരുന്ന ആളാണ്. എന്നാൽ ശക്തമായ ലീഗുകാരനായിരുന്നു. ഒരാളെ പറ്റിയും പരാമർശിക്കാറില്ല. അതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് കീപ്പ് ചെയ്യാൻ അന്ന് കാണുന്ന തങ്ങന്മാർക്കും മൂല്യന്മാർക്കും സാധാരണക്കാർക്കും ഒന്നും സാധിക്കൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊന്നും 100% സാധിക്കില്ല. എന്നാൽ മാക്സിമം നമ്മളതൊക്കെ പിൻപറ്റാൻ ശ്രദ്ധിക്കാറുണ്ട്, നോക്കാറുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് കാണിച്ചു തന്ന ഒരു സംവിധാനം സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് അത് കൃത്യമായി മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കും. അതിന്റെ ഒപ്പം നിൽക്കുക ഒരു സംവിധാനം. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഏതെങ്കിലും ഒരു സംഘടനയെ പറ്റി മോശമായി പറയാൻ പറയില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയെ പറ്റി. അതിനെപ്പറ്റി ഒന്ന് മോശം
മോശമായി പറയാനുള്ള നിങ്ങൾ ഈമാനിനെ ബാധിക്കുമെന്ന് പല സമയത്ത് ഉസ്താദ് പറയാറുണ്ടായിരുന്നു. ഉസ്താദ് ഒന്നും പറയാറില്ല, മോശമായിട്ടൊന്നും പറയാറില്ല. എന്നാൽ നമ്മളടിയിലുള്ള നല്ല മൂല്യന്മാരും തങ്ങന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യണ കണ്ടാൽ ഉസ്താദ് അതിനെ തടയേണ്ട രൂപത്തിൽ തടയും. മൻ റആ മിൻകും മുൻകറൻ ഫല്യഗയ്യിർ ബിയദിഹി ഔ ബിഖൽബിഹി ഔ ബിലിസാനിഹി ഔ ബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ സ്റ്റോപ്പ് എന്ന് പറയേണ്ട ആളുകളോട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും. എന്നാൽ പറഞ്ഞിട്ട് നിർത്തേണ്ട കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു നിർത്തും. അതിനൊന്നും സാധിക്കൂല എന്നുണ്ടെങ്കിൽ അതിനോട് ആ വെറുപ്പ് കൽബിലുണ്ടാകണം. ഈ വ്യക്തിനോടല്ല ഉണ്ടാകുന്നത്. ഞാനൊരിക്കൽ 1984 കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിബർ ഉസ്താദ് ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നപ്പോ അവിടെ ഈ ചീട്ടുകളി നടക്കുക 28 പിന്നെ വേറെന്തൊക്കെ കളിയുണ്ട്, ചീട്ടിന്റെ കളി. ഞാനിപ്പോ ആ പേരൊക്കെ മറന്നുപോയി. അപ്പൊ ഞാനിങ്ങനെ അധികം കാണാൻ വേണ്ടി തൊള്ളിമോളന്ന് നിൽക്കും ചിലപ്പോ. എന്നാലും നമ്മളെ കൂടുതലൊന്നുമില്ല. എന്നാൽ ഉസ്താദ് വന്നപ്പോ ഈ ആളുകളൊക്കെ എണീറ്റ് പോയി. ഇങ്ങോട്ടും പിന്നെ സൂര്യൻ മയക്കാർ പോയ പോലെ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവർ ഉസ്താദിന്റെ മുന്നിൽ ഇങ്ങനെ കളിച്ചത്. ഞാൻ ഉസ്താദിനോട് അവരെ പറ്റി മോശമായിട്ടാണ് പരാമർശിച്ചത്. ഉസ്താദ് പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല. അവർക്കൊരു ഈമാൻ ഉണ്ട്. ആ ഈമാന് അതുകൊണ്ടാണല്ലോ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ ഒരു വശാണ്. അതുകൊണ്ട് ആ ലജ്ജ ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ എണീറ്റ് പോയത്. ഞാനിപ്പോ എന്താ പറയുക, നിങ്ങൾ ചെയ്യോ? ഞാനെന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളാ? ഒന്നുമല്ലല്ലോ. പിന്നെ അവരൊക്കെ എന്നെ കണ്ടപ്പോൾ എണീറ്റ് പോയത് അവർക്കൊരു ലജ്ജ തോന്നി എന്നെ കണ്ടപ്പോൾ. അതാണ് ഈമാൻ. ആ ഈമാൻ എപ്പോഴാ ലംഘ എന്ന് അറിയാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ് എനിക്ക് ആ കൂട്ടത്തിൽ വന്ന ഒരാള് വളരെ കൃത്യമായി ഞങ്ങളുടെ കൂടെ ഹജ്ജത്തുണ്ടായിരുന്നു. ഞാൻ അമീറായിട്ട് ഹജ്ജിന് പോയതാ. 48 ആളുണ്ട്. ആ കൂട്ടത്തിൽ ഈ കളിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ആ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് മുഴുവൻ ഖിദ്മത്ത് ചെയ്തു. ഒരു കാലിന്റെ വിരല് അദ്ദേഹത്തിന്റെ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, വഫാത്തായി പോയി. അദ്ദേഹത്തിന്റെ കാലിന്റെ ഒരു വിരല് ചവിട്ടിയിട്ട് തിരക്കിലൊക്കെ പെട്ടിട്ട്, അന്നൊക്കെ നല്ല തിരക്കായി ഈ കാലത്തായിരുന്നില്ല. ഈ ഹജ്ജിനൊക്കെ ഭയങ്കര തിരക്ക. ഈ കാണുന്ന സംവിധാനം ഒന്നും അവിടെ ഇല്ല. കാലിന്റെ വിരല് പൊട്ടിപ്പോയി. എന്നിട്ട് ആ കാലിന്റെ വിരല് പൊട്ടിയ ഒരു മനുഷ്യന് പിന്നെ എന്തെങ്കിലും സാധിക്കുമോ? എന്നാൽ ആ ജനങ്ങൾക്കൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുവാനും അറഫ മിനായിലൊക്കെ ഒരുപാട് സംവിധാനം ചെയ്ത്. അപ്പോഴാണ് ഞാൻ ഉസ്താദ് പറഞ്ഞ ആ ഈമാൻ എപ്പോഴാണ് ലംഘ എന്നാണ് ഉസ്താദിന്റെ ഭാഷ ഉണ്ടായത്. ആ ഈമാൻ അങ്ങനെ ലംഘ. അപ്പൊ ഒരാളെ മോശമായിട്ട് പരാമർശിക്കാൻ പാടില്ല എന്നത് ശരിയാണെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിബർ ഉസ്താദ് അങ്ങനെ ആയിരുന്നു ജീവിച്ചത്. സുന്നത്ത് ജമാഅത്ത് എന്താ? അത് മുറുകെ പിടിക്കുക. എന്താണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ? അതിങ്ങനെ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. നമ്മളൊക്കെ ഇപ്പൊ വണ്ടി കയറുമ്പോൾ വലത്ത് കാലെടുത്ത് വെച്ച് കയറണം. ഇന്ന് ഇവിടൊക്കെ യാത്രക്കാർക്ക് വലത്ത് കാലെടുത്ത് വെച്ചും കയറാൻ കുറച്ച് പ്രയാസമാണ്. ഇടത്ത് ഭാഗത്തുനിന്നാണല്ലോ കയറുന്നത്. ഡ്രൈവർമാർക്ക് ഇവിടെ ഇടത്ത് കാലെടുത്ത് വെച്ച് കയറാൻ പ്രയാസമാണ്. എന്നാൽ ഉസ്താദ് അവിടെ ജീവിക്കുമ്പോൾ പിന്നെ ഇടത്തെ കാലെടുത്ത് വെച്ച് ഡ്രൈവർമാർക്ക് വലത്തെ കാലെടുത്ത് വെച്ചാൽ ഗൾഫിലൊക്കെ വലിയ ഈസി. എന്നാൽ പിന്നിൽ കയറുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഇടത്തെ കാല് എടുത്ത് വെച്ച് കയറാനേ സാധിക്കുള്ളൂ. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിബർ ഉസ്താദ് അല്ലാഹു മർഹമത്തുഹു മഹാനവറുകൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി 2 സീറ്റ് പിടിച്ചിട്ടാ വലത്തെ കാലെടുത്ത് അല്ലെങ്കിൽ കൊട്ടിമറിഞ്ഞു പോകും. അങ്ങനെയാണ് അവസ്ഥ. എന്നാൽ ഇന്നതൊക്കെ നമുക്ക് ഈ ഇടത്തെ കാലെടുത്ത് വെച്ച് കയറാൻ വരുമ്പോൾ ഉസ്താദിന്റെ അന്നത്തെ കയറിയ സിസ്റ്റം നമ്മൾ കണ്ണു കാണാം. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സുന്നത്ത് ജമാഅത്ത് നടപ്പിലാക്കാൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കാണിച്ചു തരുന്ന ജീവിതമായിരുന്നു എന്ന് കണ്ടുബോധ്യപ്പെട്ട ഒരു വിനീതനാണ് ഞാൻ. ബഹുമാനപ്പെട്ട അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി ദറജ ജാസ്തിയായി കൊടുക്കട്ടെ. അവരെന്ന് ജനത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ.